ഹലോ ഗൈസ്, എല്ലാവർക്കും മാരുതി സുസുക്കി സ്വിഫ്റ്റ് ZXIൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈ ഒരു കാർ എന്ന് പറയുന്നത് 2022 ലേറ്റസ്റ്റ് മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ZXI ആണ്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാറിൽ ഒരുപാട് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തത് മാരുതി സുസുക്കിൻ്റെ ഷോറൂമിൽ നിന്നും തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലോജൻ ലാമ്പാണ് ഇതിൽ ഹെഡ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു അസംബ്ലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഡിസൈൻസ് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ പമ്പറിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ അടുത്തായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് കളറിൽ എക്സ്ട്രാ ചെയ്ത വർക്കാണ്. അതേപോലെ തന്നെ ഇവിടെ നോർമലായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള പീസാണ് വരുന്നത്. അവിടെ നമുക്ക് പിയാനോ ബ്ലാക്കിൽ എക്സ്ട്രാ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ പമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫ്രണ്ട് സ്കേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ മൊത്തത്തിലുള്ള സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം 15,000 രൂപേൻ്റെ അടുത്താണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഗ്രില്ലിൻ്റെ മുകളിലായിട്ടൊരു ബ്ലാക്ക് പീസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ എംബ്ലം, സുസുക്കിൻ്റെ എംബ്ലം ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലാണ് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ സെൻട്രലായിട്ടുള്ള ആ ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഭാഗം അതും സ്മോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു എക്സ്ട്രാ വർക്കും കൂടെ ചെയ്തപ്പം സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഈ ഒരു സ്വിഫ്റ്റിന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മാരുതി ഈ ഒരു സ്വിഫ്റ്റിന് നൽകിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് അപ്പുറത്ത് കണ്ട അതേ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ നേരെ താഴ്ഭാഗത്ത് കൂടെ ചെറിയൊരു ക്യാരക്ടർ ലൈൻ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. അത് ബമ്പറിൻ്റെ ആ ഒരു സൈഡ് വരെ ഉള്ളൂ. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൽ ആ ഒരു ക്രോം ഫിനിഷിങ്ങിൽ ചെയ്ത ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ഒരു ഏവറേജ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹെഡ്ലൈറ്റിൽ നിന്നും ഒരു ക്യാരക്ടർ ലൈന് ഡ്രൈവർ സൈഡിൻ്റെ ഫ്രണ്ട് ഡോറിലോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കട്ടായി പോകുന്നുണ്ട്. അതായത് ഒരുപാട് ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ അലോയ്സ് ആൻഡ് ടയേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു ഏവറേജ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അലോയ് വീലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സുസുക്കിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടയർ സൈസ് എന്ന് പറയുന്നത് 185, 65, 615 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഈ ഒരു കാറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാരക്ടർ ലൈൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുള്ളൂ. അത് ബാക്കിലോട്ടായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാലും ഒക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ മിററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പോട് കൂടി വന്നിട്ടുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ZXI എന്ന് പറയുന്ന വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് നേരെ മുകളിലായിട്ട് ഒരു എക്സ്ട്രാ ഒരു സ്വിഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബീഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ സ്വിഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ടെക്സ്റ്റും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ ഹാൻഡിലിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീ ഇടാനുള്ള ഒരു ഭാഗം കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഡോർ വൈസേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഡോറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ക്രോം ഫിനിഷിങ്ങിൽ ഉള്ള ഒരു പീസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ഫുൾ ഷോറൂമിൽ നിന്നുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തായിട്ട് എക്സ്ട്രാ ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു എലമെൻറ്റ് കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതും കമ്പനിയിൽ നിന്നും തന്നെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്നുള്ള പൊതുവേ ഉള്ളൊരു ലുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഒരു കാറിന് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അടിയിലൊക്കെ ആയിട്ട് സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എന്തായാലും അടിയിൽ പോയിട്ട് എന്തായാലും കാണിച്ചു തരാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഒക്കെ ഒരു മുകളിലായിട്ട് സ്പോയിലറും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പോയിലറിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സിൽ റെഡ് ലൈൻസ് കൊടുത്ത് കാണാൻ പറ്റും. അത് ഡീഫ്രോസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസ്സിലായിട്ട് ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് നേരെ താഴ്ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ 2 ടെയിൽ ലാമ്പിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ലൈന് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ സുസുക്കിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. അത് സ്മോക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ടെയിൽ ലാമ്പിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഒരു പീസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതും ഷോറൂമിൽ നിന്നും എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബമ്പറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്കേർട്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്പർ പ്ലേറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടെ കവർ ചെയ്തിട്ടാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഒരു എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു ക്രോം ഫിനിഷിങ്ങുള്ള ഒരു പീസ് കാണാം. അത് സ്മോക്ക് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു
സ്കേർട്ടിങ്ങിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ബമ്പറിലായിട്ട് നമുക്ക് ക്യാമറ അതേപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വിഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. അത് ക്രോം ഫിനിഷിങ്ങിലാണുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ LED ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഈ ഒരു കാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്താണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പുറത്ത് കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടീൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിലോട്ട് കയറി ഇരുന്നിട്ട് അകത്തെ കാര്യങ്ങൾ നോക്കാം. ഡ്രൈവർ സീറ്റിലോട്ട് നമ്മൾ കയറി ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് ഡോർ പാനലിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഡോർ പാനലിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പോർട്ടിനെസ്സും ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഡോർ പാനലിൽ വന്നിട്ടുള്ളത്. ഡോർ പാനലിൽ നമുക്ക് ഡ്യുവൽ കളറിലുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു അലുമിനിയം കളറിൽ വന്നിട്ടുള്ള ഒരു ഭാഗം കാണാം. ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അവിടെയാണ് വന്നിട്ടുള്ളത്. അവിടെയുള്ള ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്രോം ഫിനിഷിങ്ങിലുള്ള ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ലൈനും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ മിറേഴ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ അതേപോലെ തന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് താഴ്ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോർ പാനലിലായിട്ട് അവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പീക്കറിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പം. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ സ്വിഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫ്രണ്ടിലോട്ടും അതേപോലെ തന്നെ ബാക്കിലോട്ടും പിന്നെ ഇൻക്ലൈൻ ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു കാറിൽ വന്നിട്ടുള്ളത് മാനുവലായിട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡ്രൈവറിന് വേണ്ട രീതിയിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് തരുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഈ ഒരു കാറിൽ നൽകിയിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തത് കമ്പനിയിൽ നിന്നും തന്നെയാണ്. പിന്നെ സീറ്റിൻ്റെ ആ ഒരു കുഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പം പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതേപോലെ തന്നെ AC വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. AC വെൻസിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ അവിടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ചെരിവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലൊരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ റിമോട്ട് കീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റിമോട്ട് കീ ആണ് കമ്പനി ഈ ഒരു കാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സിമ്പിളായിട്ടൊരു ലോക്ക് തുറക്കാനും അതേപോലെ തന്നെ ലോക്ക് ആക്കാനുള്ള ഒരു ബട്ടണും കാര്യങ്ങളും മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളറും അതേപോലെ തന്നെ ബ്ലാക്ക് കളറും കൂടെ ഉള്ള ഒരു ഡ്യുവൽ ടോൺ കളറാണ് ആ ഒരു റിമോട്ട് കീയിൽ വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം സംസാരിക്കാം. ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാർണിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മീറ്ററാണ്. അതായത് നമുക്ക് ഒരു കസ്റ്റമറിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മീറ്ററാണ് മാരുതി ഈ ഒരു സ്വിഫ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ മീറ്ററിലേക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്റർ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ടാക്കോമീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ലൈനൊക്കെ ഔട്ടറിൽ കൊടുത്തൊക്കെ കാണാം. അതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഒരു റെഡ് ഔട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്ററിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് പാർക്കിങ്ങിൻ്റെ വാണിംഗ് അതേപോലെ തന്നെ മറ്റുള്ള ലോ ഫ്യൂവലിൻ്റെ വാണിംഗ്, ഡോർ ഓപ്പൺ ആൻഡ് ക്ലോസ് ആണോ എന്നറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാണിംഗ്, അതേപോലെ തന്നെ ഇഗ്നിഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുന്ന വാണിംഗ്, അങ്ങനെ ഒരുപാട് വാണിംഗ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീറ്ററിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ടൈം അതേപോലെ തന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ പിന്നെ ഫ്യൂവൽ ഗേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്റർ വരുന്നുണ്ട്. 2 ട്രിപ്പ് മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ എത്ര കിലോമീറ്റർ ഇനി ഓടും അതായത് റേഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മീറ്ററിൽ കമ്പനി തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള കാറുകൾ വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാറിലും കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മീറ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ല സ്പോർട്ടിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മീറ്ററിൽ കമ്പനി
കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ കളറിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൽ യൂസ് ചെയ്തിട്ടുള്ള ലെതറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ലെതറാണ് സ്റ്റിയറിംഗ് വീലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് പറയാം. സെൻട്രലായിട്ട് സുസുക്കിൻ്റെ ഒരു ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഔട്ടറിലായിട്ട് ചെറിയൊരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു റൗണ്ടും കാര്യങ്ങൾ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു കാറിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം കാര്യങ്ങളൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ കോള്, അതേപോലെ തന്നെ വോയിസ് കമാൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു കാറിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നോക്കുമ്പോൾ AC വെൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ സ്പോർട്ടിനെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് AC വെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. AC വെൻസിൻ്റെ ഔട്ടറിലായിട്ട് ചെറിയൊരു ക്രോം ഫിനിഷിങ്ങുള്ള ഭാഗം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴ് ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള AC വെൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവേഴ്സ് കാറാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൻട്രലായിട്ട് ഈ ഒരു ടച്ച് സ്ക്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കാർപ്ലേ, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കമ്പനി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ചിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് ടച്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സെൻറ്ററിൽ നേരെ താഴ് ഭാഗത്തായിട്ട് AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. AC-ൻ്റെ ഓൺ ഓഫ് ബട്ടൺസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ ഒരു കാറിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു AC-ൻ്റെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ചെറിയൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സെൻട്രലായിട്ട് അവിടെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴ് ഭാഗത്തായിട്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഫാസ്റ്റ് ചാർജിങ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് USB ഓക്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തോട്ടായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ കളറിലുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു കാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗിയർ ലിവറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ, ഗിയർ നോബിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കൊടുത്തേ കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രലായിട്ടൊരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ചെറിയൊരു ക്രോമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മളെ ബാക്കിലോട്ട് ആ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഗ്ലോ ബോക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. കൂൾഡ് ഗ്ലോ ബോക്സും കാര്യങ്ങളൊന്നുമല്ല അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ക്രോം ഫിനിഷിംഗ് ഹാൻഡിലും അപ്പുറത്ത് കണ്ട അതേപോലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വന്നിട്ടുള്ളത്. അവിടെ താഴ് ഭാഗത്തായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പാസഞ്ചർ സീറ്റിൻ്റെ അടുത്തുള്ള സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാനിറ്റി മിററോട് കൂടി വന്നിട്ടുള്ള സൺഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. അത് പാസഞ്ചറിന് നല്ല രീതിയിൽ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സെൻട്രലായിട്ട് റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ലാമ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലുള്ള സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാനിറ്റി മിററും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ടിക്കറ്റ് ഹോൾഡർ ആണ് ഈ ഒരു സൺഷെയ്ഡിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സെൻറ്ററിലുള്ള റിയർ വ്യൂ മിററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോ ഡിം മിററൊന്നുമല്ല, മാനുവൽ ആയിട്ടുള്ളൊരു മിററും കാര്യങ്ങളൊക്കെയാണ് സ്വിഫ്റ്റിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിയർ വ്യൂ മിററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ ഏകദേശം എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ, എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാറിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ 16 വാൾവോട് കൂടി വന്നിട്ടുള്ള K സീരീസ് പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു കാറിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം പവർ വരുന്നത് 88.5 bhp 6000 RPM-ലാണ്. അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 4400 RPM-ൽ 113 ന്യൂട്ടൺ മീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഔട്ട്പുട്ടാണ് എഞ്ചിനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു കാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല റെസ്പോൺസാണ് ട്രാൻസ്മിഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ അകത്ത് കയറിയിട്ട് സംസാരിക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹാച്ച് ബാക്ക് ആണ്, എന്നാൽ കൂടി അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൂട്ട് സ്പേസിലുണ്ട്. ഏകദേശം 268 ലിറ്ററാണ് ബൂട്ട് സ്പേസിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തേ കാണാം. അതുപോലെ തന്നെ ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ പൊന്തി പോകുന്നതായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു കയർ അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പാർസൽ ട്രേ ആ ഒരു പാരലായിട്ട് ബൂട്ടിൽ പാരലായിട്ട് നിൽക്കുന്നതായിട്ടും കാണാം. ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. ഹാച്ച് ബാക്കിൻ്റെ കാറുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ടിൽ ചെറിയൊരു ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാനുവലായിട്ട് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാക്ക് ഇവിടെ കൊടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ബൂട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടിയിൽ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് ബാക്ക് സീറ്റിലോട്ട് കയറി ഇരുന്നിട്ട് സംസാരിക്കാം. അതിന് മുമ്പ് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഡോറിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഡോറിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വിൻഡോനോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അത് തന്നെ നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോർ പാനലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കണ്ട അതേപോലത്തെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാം. ക്രോം ഫിനിഷിങ്ങിലാണ് ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ആ ഒരു ഡിസൈനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെ സ്പോർട്ടിയാണ്. അതുപോലെ തന്നെ ഡോറിൽ ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ പവർ വിൻഡോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലുള്ള ആ ഒരു സ്പേസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാസഞ്ചേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലെഗൊക്കെ റെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ സീറ്റിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ സീറ്റ് ഞാൻ മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെഗൊക്കെ നിലത്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ലെഗ് കുറച്ചും കൂടെ മുന്നോട്ട് വേണമെങ്കിൽ കയറ്റിയൊക്കെ വെക്കാൻ പറ്റും. എന്നാലും നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇരുത്തമാണ് നമ്മളെ ഈ ഒരു കാറിൽ ബാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ബാക്ക് സീറ്റിൽ നമ്മൾ കയറി ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ആ ഒരു അഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അത് ഫ്രണ്ടിൽ നിന്ന് നേരത്തെ കാണിച്ചു തരാൻ മറന്നാണ്. അഡ്രസ്സ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കാറിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്കാണെങ്കിലും ഈ അഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു സെൻറ്ററിലുള്ള ഒരു ഭാഗമൊക്കെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്ടി ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്ട്നെസ്സോട് കൂടിയിട്ടുള്ള ആ ഒരു ഡാഷും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-40 സ്പ്ലിറ്റ് സീറ്റാണ് ഈ ഒരു കാറിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സീറ്റിലും ഫ്രണ്ടിൽ ചെയ്ത അതേപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റിലും 2 അഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നമുക്ക് ചെറിയ പാർസലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ബാക്കിൽ വന്നിട്ടില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ബാക്കിലും ഉള്ള കാര്യങ്ങൾ വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുള്ള റോഡുകളിലൊക്കെ ഈ ഒരു കാർ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചപ്പം ഈ ഒരു കാറിൽ നിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, അതായത് സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള റെസ്പോൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സസ്പെൻഷൻ എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് ഷോക്കുകളെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടിയുടെ അകത്തിരിക്കുന്ന സമയത്ത് റോഡിൽ നല്ല രീതിയിൽ കുഴികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ നമ്മൾ ഓടിച്ചപ്പോഴും അകത്തേക്ക് അത്രത്തോളം ആ ഒരു ഇതിൻ്റെ ഫീല് നമുക്ക് എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഷോക്കിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കാറിനെയാണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൽ ചെയ്തിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസിൻ്റെ പാർട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഷോറൂമിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോറൂമുമായിട്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.